നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേലിൽ ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്ന ഒരു വാചകമുണ്ട്. ഇസ്രയേൽ നീഡ്സ് ട്രംപ് ഓൺ ബോർഡ്. ഇപ്പോഴിതാ ഇസ്രയേലിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു വാക്യം, ഗസയിലെ ഹമാസിനെ പരാജയപ്പെടുത്താൻ ഇസ്രയേലിന് ട്രംപിനെ ആവശ്യമുണ്ട്. വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടം ഇസ്രയേലിന്റെ യുദ്ധങ്ങൾ വേഗത്തിൽ അവസാനിപ്പിക്കണമെന്ന് കരുതുന്നയാളാണ്. വിജയികളെ സ്നേഹിക്കുന്നവരാണ് ഇസ്രയേൽ. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് കസേരയിലിരിക്കാൻ കാത്തിരിക്കുകയാണ് ബീബി. ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം യുദ്ധത്തെ ശരിയായി വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് അതിപ്പോൾ ഇസ്രയേലിൽ വ്യാപകമായ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുന്നു. ഹമാസിന്റെ ഭൂഗർഭ ശൃംഖലകളെക്കുറിച്ച് വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കിയല്ല ഇസ്രയേൽ തങ്ങളുടെ യുദ്ധം ആരംഭിച്ചതെന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഹമാസ് ഗാസ മുനമ്പിൽ രൂപകൽപ്പന ചെയ്ത ഈ ഭൂഗർഭ തുരങ്കങ്ങൾ കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ളതായിരുന്നു. ഒരു ക്യാൻസർ ശരീരത്തിൽ പടർന്നു കയറുന്നത് പോലെ ഗാസ മുനമ്പിന്റെ പല ഭാഗങ്ങളിലേക്ക് ഈ തുരങ്ക ശൃംഖല പടർന്നു കയറിയിരുന്നു. 1130 കിലോമീറ്റർ തുരങ്കമെന്ന കണക്കായിരുന്നു ആദ്യം ഇസ്രയേലിന്റെ പക്കലുള്ളത്. എന്നാൽ പിന്നീട് അതിൻ്റെ സങ്കീർണതകൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു. ഇസ്രയേൽ എന്ന ശത്രുവിനെ എങ്ങനെ നേരിടണം എന്നതിൽ കൃത്യമായ ഗവേഷണം നടത്തി തയ്യാറാക്കിയതായിരുന്നു ഈ തുരങ്കങ്ങൾ. ഹമാസിന് നേർക്കുള്ള യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തുരങ്കങ്ങൾ ആക്രമിച്ചു തകർക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല ഇസ്രയേൽ. ഹമാസിനെയും അതിൻ്റെ ഭീകര തുരങ്കപാതകളെയും ഒക്കെ പൂർണ്ണമായി തകർത്താൽ മാത്രമേ ഗാസ മുനമ്പ് എല്ലാ കാലത്തും സുരക്ഷിതമായിരിക്കുകയുള്ളൂ എന്ന് ഇസ്രയേൽ ഇപ്പോൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ മാരകമായ യുദ്ധം ഇനിയും ഗാസ മുനമ്പിൽ തുടരേണ്ടതുണ്ട് എന്ന കണക്കുകൂട്ടലിലാണ് പ്രതിരോധ മന്ത്രാലയം. ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചു എന്ന് കരുതിയ ഇസ്രയേലിന് തുടക്കത്തിൽ പാളിച്ചകൾ സംഭവിച്ചു. ഭൂമിക്ക് മുകളിലുള്ള കേന്ദ്രങ്ങളിൽ ശ്രദ്ധയൂന്നിയായിരുന്നു ആദ്യഘട്ട യുദ്ധം മുന്നോട്ട് പോയത്. ഭൂമിക്ക് മുകളിലുള്ള നിരവധി കെട്ടിടങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രയേൽ ആദ്യഘട്ട ആക്രമണങ്ങൾ പ്ലാൻ ചെയ്തു. എന്നാൽ നൂറുകണക്കിന് കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള ഈ ഭൂഗർഭ തുരങ്കപാതകളുടെ മിക്ക വാതിലുകളും അവർ സ്ഥാപിച്ചിരുന്നത് മോസ്കുകളും ആശുപത്രികളും സ്കൂൾ കെട്ടിടങ്ങളുമൊക്കെ കണക്കുകൂട്ടി. ഇത് വ്യാപകമായ ലോകത്തിന്റെ എതിർപ്പുകൾ വിളിച്ചു വരുത്തി. ഇക്കാര്യം ജോ ബൈഡനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇസ്രായേലിന് ചില പാളിച്ചകൾ സംഭവിച്ചു. എത്രയും പെട്ടെന്ന് യുദ്ധഗതി മാറ്റണം എന്ന് ജോ ബൈഡൻ തുടക്കം മുതൽ ആവശ്യപ്പെട്ടു. ഗാസ മുനമ്പിലെ മനുഷ്യത്വരഹിതമായ ആക്രമണത്തെക്കുറിച്ച് പലപ്പോഴും ജോ ബൈഡൻ പരാതിപ്പെട്ടു. ഗാസ മുനമ്പിലെ മനുഷ്യരെ മറ്റേതെങ്കിലും പ്രദേശത്തേക്ക് കൂട്ടത്തോടെ മാറ്റിയിരുന്നു എങ്കിൽ ആ പ്രദേശം കൂടുതൽ സുരക്ഷിതമാക്കാമായിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രയേലിലെ വിലയിരുത്തൽ. ജനങ്ങളെ സുരക്ഷിതമായ ടെന്റ് സിറ്റികളിലേക്ക് മാറ്റേണ്ടിയിരുന്നു. ഈജിപ്തിലെ സിനായ് മുനമ്പിലേക്ക് ഗാസ നിവാസികളെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കാനും ഇസ്രയേലിന് ശ്രമിക്കാമായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഈജിപ്ത് ഇതിനോട് അനുകൂല മനോഭാവം പ്രകടിപ്പിക്കാൻ ഇടയുണ്ടായിരുന്നില്ല. ലക്ഷക്കണക്കിന് ഗസക്കാരെ ഒരു ജൂതരാഷ്ട്രത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല 2023 ഒക്ടോബർ 7 ശേഷം ഇസ്രയേൽ എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാനോ ഇസ്രയേലിനൊപ്പം നിൽക്കാനോ ജോ ബൈഡൻ ഭരണകൂടം അന്ന് തയ്യാറായില്ല. ഇസ്രയേലിന്റെ ആക്രമണ മോഡലിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞ ജോ ബൈഡൻ കൃത്യമായി എങ്ങനെ ഹമാസിനെ നേരിടണം എന്ന് ഇസ്രയേലിനെ ഉപദേശിച്ചില്ല. ഏറ്റവും നിർണായക ഘട്ടത്തിൽ ഇസ്രയേലിലേക്കുള്ള സുപ്രധാനമായ ആയുധങ്ങളുടെ കയറ്റുമതി പോലും ജോ ബൈഡൻ ഭരണകൂടം മന്ദഗതിയിലാക്കി. ഇത് യുദ്ധം ദീർഘിപ്പിക്കാൻ ഇസ്രയേലിന് കാരണമായി. സൈന്യം വലിയ തോതിൽ പ്രതിരോധത്തിൽ ആഴ്ന്നുപോയി എന്നും ഇസ്രയേൽ പറയുന്നു. തെക്കോട്ട് ഫിലാഡൽഫി ഇടനാഴിയിലേക്കും ഹമാസിന്റെ വിതരണ ലൈനായ റഫയിലേക്കുമുള്ള അവരുടെ മുന്നേറ്റം നിർത്താൻ സൈന്യം നിർബന്ധിതരായി. ഇസ്രയേലിനെ പോലൊരു രാജ്യം ഇത്ര ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിട്ടും എന്തുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായി ഗാസ മുനമ്പിൽ നിന്ന് തൂത്തെറിയാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം ഇപ്പോൾ ഇസ്രയേലിലും ഉയർന്നു വരുന്നു. അതിനവർ നൽകുന്ന ഉത്തരം ഒന്നു മാത്രമാണ്: ഗാസ മുനമ്പിൽ ഹമാസുകാർ നിർമ്മിച്ചെടുത്ത ആ ഭൂഗർഭ തുരങ്കങ്ങൾ. ബന്ദികളെ വെച്ച് വിലപേശാനും ഈ ഭൂഗർഭ തുരങ്കങ്ങൾ തന്നെയാണ് മുഖ്യമായും ഹമാസുകാർ ഉപയോഗപ്പെടുത്തിയത്. ഇപ്പോൾ 34 ബന്ദികളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഹമാസ് ഇസ്രയേലിന് കൈമാറിക്കഴിഞ്ഞു. ഹമാസ് ഇതര പാലസ്തീൻകാരും ജൂതരാഷ്ട്രത്തിന്റെ ശത്രുക്കളാണ്. അവർ ജൂതന്മാരുടെ സർവനാശം കാണാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹമാസുകാരെ ഒറ്റുകൊടുക്കാൻ പലസ്തീനികൾ തയ്യാറല്ല.
ഇതും ഇസ്രായേലിന് വലിയ വെല്ലുവിളികൾ ഉയർത്തി. ഒരു ആധുനിക ജനാധിപത്യത്തിൽ യുദ്ധത്തിന് നിർവചിക്കപ്പെട്ട മാതൃകയായിരുന്നില്ല ഗസൻ യുദ്ധമെന്ന് ഇസ്രായേലും ഇപ്പോൾ പറയുന്നു. തങ്ങൾക്ക് ലക്ഷ്യവും ദൗത്യവും മാത്രമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. വടക്കൻ ഗാസയിൽ ഹമാസിനെ നശിപ്പിക്കാൻ ഒരു ജനറൽ പ്ലാൻ തയ്യാറാക്കാൻ ഇസ്രായേലിന് വേണ്ടത്ര സമയം കിട്ടിയില്ല. അതിനു മുൻപ് തന്നെ യുദ്ധം ആരംഭിച്ചിരുന്നു. നമ്മുടെ ബന്ദികൾ ഹമാസിന്റെ തടവറയ്ക്കുള്ളിൽ കിടക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഒരു ജനറൽ പദ്ധതിക്ക് വേണ്ടി കാത്തു നിൽക്കാൻ കഴിയും? ഇസ്രായേലിൽ ഉയരുന്ന ഈ ചർച്ചകൾ അമേരിക്കയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. അതിന്റെ തുടർചലനങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയാൽ ഇസ്രായേലിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ഹമാസിനെ ചാരമാക്കും എന്ന ധാരണ പൊതുവെ അമേരിക്കയിലും പടരുന്നു. അതുകൊണ്ടാണ് ജോ ബൈഡൻ ഭരണകൂടം ധൃതി പിടിച്ച് $8 ബില്യൺ ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് ഇപ്പോൾ അയക്കുന്നതും. വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടം ഇസ്രായേലിന്റെ യുദ്ധങ്ങൾ വേഗത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഹമാസുമായി യുദ്ധം ചെയ്യാൻ ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ നൽകുന്നത് അനിശ്ചിതമായി കണക്കാക്കേണ്ടതില്ല. ബിബി അവസരത്തിനൊത്തുയർന്ന് ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള ഒരു പദ്ധതി രൂപം കൊടുക്കേണ്ട കാലഘട്ടമാണിത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഓർമ്മപ്പെടുത്തുന്നു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിനെ ആ ബോർഡിൽ സുരക്ഷിതനായി നിർത്താനുള്ള ഉത്തരവാദിത്വവും ഇസ്രായേലിനുണ്ട്. അമേരിക്കയുടെ $8 ബില്യൺ ആയുധങ്ങൾ ഹമാസിനെ ഇപ്പോൾ ഭയചകിതരാക്കുന്ന കാഴ്ചയാണ് മറുവശത്ത്. 34 ബന്ദികളെ അടിയന്തരമായി വിട്ടയക്കാമെന്ന് ഹമാസ് സമ്മതിച്ചു. അവരുടെ ലിസ്റ്റും മധ്യസ്ഥർ മുഖേന ഇസ്രായേലിന് അവർ കൈമാറി. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കാനുള്ള 34 ബന്ദികളുടെ പട്ടികയാണ് ഇപ്പോൾ ഹമാസ് ഇസ്രായേലിന് കൈമാറിയത്. എന്നാൽ ഇപ്പോൾ കൈമാറിയ ലിസ്റ്റിലുള്ളവരിൽ ആരൊക്കെ ജീവനോടെ അവശേഷിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ചില അവ്യക്തതകൾ തുടരുന്നു. എന്നാൽ ഹമാസും ഇസ്രായേലും വിട്ടയക്കപ്പെടാനുള്ള ബന്ദികളെ സംബന്ധിച്ച് വ്യത്യസ്തമായ ലിസ്റ്റുകളാണ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇത് വലിയ ആശയക്കുഴപ്പം വരുത്തിവെക്കുന്നു. ജെറുസലേം അയച്ച 34 പേരുകളുള്ള പട്ടിക സ്വീകാര്യമാണ് എന്ന് ഹമാസ് ഇതിനകം തന്നെ സമ്മതിച്ചു. പക്ഷേ ആ പട്ടികയിലെ വിവരങ്ങൾ ഇപ്പോഴും അപൂർണമാണ് എന്ന വാദമാണ് ഹമാസ് ഉയർത്തുന്നത്. ഇസ്രായേൽ നൽകിയ ലിസ്റ്റിലുള്ള 34 തടവുകാരെ ജീവനോടെയായാലും മരിച്ചവരായാലും മോചിപ്പിക്കാൻ തയ്യാറാണ് എന്ന് ഹമാസ് വ്യക്തമാക്കി കഴിഞ്ഞു. 15 മാസമായി തുടരുന്ന യുദ്ധം, അതിന് വിരാമമിട്ട് ഗസൻ ഭീകര സംഘടനകൾ ഇപ്പോഴും ബന്ദികളാക്കിയ 100 പേരെ വെച്ച് വിലപേശുന്ന കാഴ്ചയാണ് ലോകത്തിന് മുന്നിൽ. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ട്രംപ് വരാൻ കാത്തിരിക്കുന്നതും. ജനുവരി 20 നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണമാണ്. കരാറിന്റെ ലക്ഷ്യ സമയപരിധിയായി ഇസ്രായേൽ കാണുന്നതും ജനുവരി 20 തന്നെ. ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ നയതന്ത്ര നീക്കങ്ങളുടെ സമയമാണിത്. എന്നാൽ ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല എന്ന് ഇസ്രായേൽ ആവർത്തിക്കുന്നു. പണ്ട് ലെബനനിൽ ഇസ്രായേൽ സൈനികർ തുടർന്നതുപോലെ ഗാസ മുനമ്പിൽ ഇനിയും തങ്ങളുടെ സൈനിക സാന്നിധ്യമുണ്ടാകുമെന്ന് ഇസ്രായേലിന്റെ പ്രഖ്യാപനം. ഹമാസിന്റെ തുരങ്കങ്ങൾ ഭാവിയിലും തങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തും. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാകും ഇനി ഗാസ മുനമ്പ് എന്നുറപ്പിക്കുന്ന തലത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നീക്കങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.